വെൽക്കം ടു ഡിപ്രീറ്റ്സ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ദീദി ദാമോദരനും എച്ചുമക്കുട്ടിയും എഴുതിയിട്ടുള്ള എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന നോൺ ഫിക്ഷൻ പുസ്തകമാണ്. എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബുക്ക് വേം എന്ന് പറഞ്ഞ പബ്ലിഷേഴ്സാണ്. ഇതിൻ്റെ വില 250 രൂപയാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാനിത് വാങ്ങിക്കാനുള്ള കാരണം ഇതിൻ്റെ വിവാദം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വിവാദപരമായിട്ട് നിൽക്കണേ, എന്തുകൊണ്ടാണ് എം ടിയുടെ മകളായ അശ്വതി വി നായരൊക്കെ ഇത് എതിർക്കാൻ കാരണം, ഇതിനകത്ത് എന്താണ് കണ്ടൻറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം വായിച്ചത്. പിന്നെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ രാജലക്ഷ്മിയുടെയൊക്കെ വായിച്ചിട്ടുള്ളത് പോലെ ഈ പ്രമീള നായരുടെ ഒരു പുസ്തകവും ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു, എന്നിട്ട് അവരൊരു തിരസ്കൃതയായി പോയി എന്നൊക്കെയുള്ള ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ വിവാദമായപ്പോഴാണ് എന്നാൽ ഈ പുസ്തകം ഒന്ന് വായിച്ചേക്കാം, എന്താണ് ഇത്ര വിവാദപരമായിട്ടുള്ള ഇതിൻ്റെ ഉള്ളടക്കം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിച്ചത്. അപ്പോൾ പ്രമീള നായർ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരി MB ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുകയും അവിടെ MTയും പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് വിവാഹം കഴിച്ച താമസിക്കുകയും സിത്താര എന്നുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ സിത്താരയ്ക്കൊരു പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അവരുടെ ഡിവോഴ്സ്. അതിനു മുമ്പ് പിരിഞ്ഞിരുന്നെങ്കിലും ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം വായിച്ചത്, അതായത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡ്, അതായത് ഇങ്ങനെ ഒരു സൈഡ് അത് ദീദി ദാമോദരൻ്റെ ആണ്. ദീദി ദാമോദരനാണ് ഈ ഭാഗത്തു നിന്ന് തുടങ്ങുന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എച്ചുമുക്കുട്ടി എഴുതിയിരിക്കുന്നതാണ് അതിങ്ങനെ. അപ്പോൾ നമ്മളൊരു നോട്ട് ബുക്ക് കൊണ്ടുപോയിട്ട് രണ്ട് ഭാഗത്തുനിന്നും എഴുതുന്നത് പോലെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വായിച്ചത് ദീദി ദാമോദരൻ്റെ ഇതാണ്. കാരണം ടി ദാമോദരൻ്റെ മകളും, കാരണം അവരൊക്കെ ഒരുമിച്ച്, അതായത് ഞാൻ അതിൻ്റെ റിവ്യൂസിലൊക്കെ ഞാൻ ദീദി ദാമോദരൻ്റെയൊക്കെ, അതായത് ഇങ്ങനെ വിവാദമായപ്പോൾ അതിന് മറുപടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ടി ദാമോദരനും MTയും ഒക്കെ ഏകദേശം ഒരുപോലെ വളർന്ന തിരക്കഥ എഴുതിയിരുന്ന കാലഘട്ടം ഒന്നാണ്. അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. പോരാത്തതിന് ഈ പ്രമീല ടീച്ചറുടെ കൂട്ടുകാരിയാണ് ഈ ദീദിയുടെ അമ്മ, വല്യമ്മയും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരേ സ്കൂളിൽ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ദീദി ദാമോദരൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ പ്രമീള നായർ എന്ന് പറഞ്ഞ എഴുത്തുകാരിയെ കൂടുതൽ കണ്ട് അറിഞ്ഞ്, അവർ നമ്മുടെ വീട്ടിൽ, നമ്മളന്ന് കുഞ്ഞായിരുന്നെങ്കിലും നമ്മുടെ വീടുകളിൽ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളും കേട്ട് നമുക്കൊരു അവഗാഹം നമുക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആദ്യം ദീദി ദാമോദരൻ്റെ ഭാഗം വായിച്ചു തുടങ്ങിയത്. അതാണ് കൂടുതൽ പ്രമുഖമായിട്ടുള്ള കണ്ടൻറ്റും. ഈ എച്ചുമുക്കുട്ടി എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾസ്റ്റോയ്, ഡിക്കൻസ്, പിന്നെ എബ്രഹാം ലിങ്കൻ അങ്ങനെയുള്ള ആളുകളുടെ ഭാര്യമാരെ പറ്റിയിട്ടും, പിന്നെ എങ്ങനെയാണ്, അതായത് അത് വളരെ കുറച്ച് ഒരു കണ്ടൻറ്റ്, കുറച്ച് പേജസേ ഉള്ളൂ. അത് തന്നെയുമല്ല, എച്ചുമുക്കുട്ടി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരും ഇതേപോലെ, അതായത് വലിയൊരു എഴുത്തുകാരൻ്റെ കാമുകിയും ഭാര്യയും ഒക്കെ ആക്കിയിട്ട് ജീവിച്ചിട്ട് എൻ്റെ രക്തമാണിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അവർ എഴുതിയിട്ടുണ്ട്. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫേസ്ബുക്കിലും അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഉള്ള മറ്റൊരു സ്ത്രീ ആണ് പ്രമീള എന്ന്, അതായത് വലിയൊരു എഴുത്തുകാരൻ്റെ ഭാര്യയായിട്ട് തിരസ്കൃതിയായിട്ട്, നമുക്ക് കഴിവുണ്ടെങ്കിലും നമ്മളതിനെ ആ എഴുത്തുകാരനെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ട് നമ്മളുടെ എഴുത്തുകൾ മുന്നോട്ട് വരാതെ നമ്മളതിനെ അടിച്ചമർത്തപ്പെടുന്ന ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മളതിനെ ഈ ഭർത്താവായിട്ടുള്ള ആളുകളും അയാളുടെ സുഹൃത്തുക്കളും എങ്ങനെ നമ്മളതിനെ ബാഷ്പീകരിച്ചെടുക്കുക, ഭസ്മമാക്കി എടുക്കുക എന്നുള്ളത് എച്ചുമുക്കുട്ടിക്ക് ഒരു അനുഭവം ഉള്ളത് കൊണ്ട് കൂടിയിട്ടാണ് എച്ചുമുക്കുട്ടി ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എച്ചുമുക്കുട്ടി എഴുതിയിരിക്കുന്നത്. പക്ഷേ ദീദി ദാമോദരൻ എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ ദീദി പറയുന്നുണ്ട്, അന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ വീട്ടിൽ വരുമ്പോൾ
എന്താണ് ഈ അമ്മ, അതായത് വല്യമ്മ പ്രമീള നായർ എന്ന് പറഞ്ഞ എഴുത്തുകാരിയുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ അമ്മയും ആ പ്രമീള നായരിനോട് യോജിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ യോജിച്ചിരുന്നു എന്ന് പറയുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ടാണ്. അച്ഛൻ എം ടിയുടെ ഭാഗത്തും അമ്മ ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ തമ്മിൽ അപ്പോൾ സംസാരിക്കും. അപ്പോൾ എം ടിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എം ടിയുടെയും പിന്നെ ബഷീറിൻ്റെയും ഒക്കെ കഥകൾ ഇംഗ്ലീഷിലേക്ക്, ഇവർ ഇംഗ്ലീഷ് ഭാഷ വളരെ നന്നായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പോൾ എം ടിയുടെ കഥകളൊക്കെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ആൾക്കാർ, അതായത് ഇപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ആയാലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവരെ പറ്റി പറയുന്നത് ഇവർ ഭയങ്കര പൊസസീവായിട്ടുള്ള ഒരു ഭാര്യയാണ്, മദ്യപിച്ച് ഒക്കെ കൂട്ടുകാരന്മാരും അങ്ങനെയൊക്കെയുള്ള ആളുമായിട്ട് സഹവസിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് വരുന്നതൊന്നും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സെർവൻസ് ഉണ്ട്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് വായിച്ചിരിക്കും. എം ടിക്ക് ഭക്ഷണം പോലും വിളമ്പി കൊടുക്കില്ല. ഇതൊക്കെയാണ് കൂട്ടുകാരന്മാർ അന്ന് ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്ന കഥകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവർ ഭയങ്കര ഒരു ഫെമിനിസ്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, സ്ത്രീബോധമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ് ദീദി ദാമോദരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇവരുടെ എഴുത്തും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ പിന്നെ തന്നെയല്ല, ഇവർക്ക് 3 ആങ്ങളമാരാണ്. ചെല്ലപ്പിള്ളയാണ് വീട്ടിലത്തെ അനിയത്തി, ഒരു മകളേ ഉള്ളൂ, അച്ഛനും ഭയങ്കര പ്രിയപ്പെട്ടവളാണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ വളർന്നത് കൊണ്ട് താഴ്ന്ന് അടിമപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഇവർക്ക് ശീലമുണ്ടാവാത്ത ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അതാണ്. അപ്പം അങ്ങനെ ഇവരുടെ എഴുത്തുകൾ. അപ്പോൾ ഇതിനകത്ത് ദീദി ദാമോദരൻ പറയുന്ന എം ടി മാതൃഭൂമിയിൽ ജോലിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഭാര്യ ഒരു എഴുത്തുകാരിയാണ്, നന്നായിട്ട് എഴുതുമെങ്കിൽ ഈ എല്ലാ എഴുത്തുകാരും എം ടി ഞങ്ങളെ കൈപിടിച്ചുടെ ഉയർത്തി എന്ന് പറയുന്ന ഇന്ന് വരെയുള്ള എല്ലാ എഴുത്തുകാരും എം ടി എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വന്തം ഭാര്യയുടെ ഒരു കഥ പോലും ഒറ്റ മാതൃഭൂമി പത്രത്തിലോ അല്ലെങ്കിൽ പുസ്തകത്തിലോ വന്നിട്ടില്ല എന്നുള്ളതാണ് ദീദി ദാമോദരൻ പറയുന്നത്. എന്തുകൊണ്ട്? അവരൊരു വേറെ വ്യക്തിയാണല്ലോ, അവർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കഥ നല്ലതാണെങ്കിൽ പക്ഷെ അങ്ങനെ പോലും ഇല്ല. അപ്പോൾ ഇതിനകത്ത് ദീദി ദാമോദരൻ പറയുന്നത് എഴുത്തുകാരൻ മീൻസ് അതായത് എല്ലാത്തിലും കുലപതിയാണ് എം ടി എന്നുള്ളതാണ്. മാധ്യമം, എഴുത്ത്, സിനിമ, ഇങ്ങനെ 3 കാര്യത്തിലും അദ്ദേഹത്തിന് അത്രയധികം സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം എന്താണ് ഒരു മേസ്ട്രോ ആയിരുന്നു എല്ലാത്തിലും. അപ്പോൾ ഇദ്ദേഹത്തെ വിഷമിപ്പിക്കുക, പ്രമീള നായരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും എന്താണ് എം ടിയെ വിഷമിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന മലയാള നാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസികയിൽ നഷ്ടബോധങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു നോവൽ പ്രമീള നായർ എഴുതിയിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ അതിൻ്റെ 12 വോളിയം മാത്രമേ പ്രസിദ്ധീകരിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ SK നായർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പത്രാധിപർക്ക് എം ടിയുടെ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്നല്ല, പക്ഷേ എനിക്ക് വിഷമമുണ്ട്, ചെളിവാരി എറിയലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, പിന്നെ എം ടിക്ക് വാക്കുകൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ആ നോവല് 12 ഭാഗം കഴിഞ്ഞിട്ട് അത് തിരിച്ചയക്കുകയാണ് മലയാള നാട് ചെയ്യുന്നത്. അപ്പോൾ ആ മലയാള നാട് അതിൽ എന്നിട്ട് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ പുസ്തകം സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ പബ്ലിഷ് അതൊരു തിരക്കഥ, പുനർജനി എന്ന പേരിൽ ഒരു തിരക്കഥ എഴുതിയിട്ട് സിനിമയാക്കണം. പക്ഷേ അതിൻ്റെ ചിലവ് മുഴുവൻ ഇവരെടുക്കണം എന്നുള്ളത് കൊണ്ട് അത് സിനിമയായില്ല. പിന്നെ ഇതിനകത്ത് ദീദി ദാമോദരൻ പറഞ്ഞു വയ്ക്കുന്ന വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി എഴുതിയിട്ടുള്ള, അപ്പോൾ ഞാനും കണ്ടിട്ടുള്ള സിനിമയാണ് അക്ഷരങ്ങൾ, മമ്മൂട്ടിയും സുഹാസിനിയും സീമയുമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഇതേ എഴുത്തുകാരനായിട്ടുള്ള മമ്മൂട്ടി സുഹാസിനി ഭാര്യയും കാമുകിയായിട്ട് സീമയും ഒക്കെ ആയിട്ട്, അപ്പോൾ കാമുകിയുടെ അടുത്തേക്ക് പോകുന്നതും സുഹാസിനി ഒരു മോശം ഭാര്യയായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് ദീദി ദാമോദരൻ പറയുന്ന അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ പ്രമീള നായരുമായിട്ട് പിരിഞ്ഞതിന് ശേഷം വരുന്ന എം ടിയുടെ മിക്ക കഥകളിലും ഈ ഭാര്യ കഥാപാത്രം ഒരു ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആരൂഢം എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകളിൽ ഈ ഭാര്യ കഥാപാത്രം വളരെ മോശമായിട്ടുള്ള ഒരു
ഒരു സ്ത്രീ ആയിരിക്കും. ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര പൊസസീവായിട്ട് ഭർത്താവിനെ ഇങ്ങനെ അടിച്ചമർത്തുന്ന ഒരു സ്ത്രീ ആയിട്ടായിരിക്കും. അങ്ങനെ ആ ഭർത്താവ് കാമുകിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു ക്ലീഷേ നോവൽസാണ്. അപ്പോൾ അന്ന് കാലഘട്ടങ്ങളിൽ എല്ലാ ആൾക്കൂട്ടത്തിൽ തനിയെ ആരൂഢം, ഇതൊക്കെയാണ് ദീദി ദാമോദർ ഉദാഹരണമായി. അക്ഷരങ്ങൾ, ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ദീദി ദാമോദരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എം ടിക്ക് ഇവരെ സഹായിക്കാമായിരുന്നു, പക്ഷേ എം ടി അത് ചെയ്തില്ല. പിന്നെ ഇവർ ഡയബറ്റിക് ആയിട്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന സമയത്ത് ഈ ദീദി ദാമോദരൻ്റെ അച്ഛനായ ടി ദാമോദരൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോവുകയാണ്, അപ്പോൾ ഒന്ന് കാണാൻ വരണം എന്ന് എം ടിയോട് പറയണമെന്ന്. അങ്ങനെ മരിച്ചിട്ട് പോലും വന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ദീദി ദാമോദരൻ്റെ ഭാഷയുമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വായിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടുപേരും മരിച്ചു. ഇപ്പോൾ പ്രമീള നായർ മരിച്ചിട്ട് 26 കൊല്ലമായി. അപ്പോൾ എം ടിയും ഈ ഡിസംബറിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ നമുക്ക് മരിച്ചു പോയവരുടെ കഥ വീണ്ടും എന്തിനാണ് പറയുന്നത്, ചിന്തിക്കുന്നത് എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് തോന്നിയത് എന്തൊക്കെയോ ഒരു എന്താ പറയുക, തുറന്നു പറയാത്ത കുറച്ച് രഹസ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രഹസ്യങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം ദീദിയും എച്ചുമ്മക്കുട്ടിയും ഇത് എഴുതിയിട്ടുണ്ടാവുക. അവരെ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ പുസ്തകം വായിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. കാരണം ഇതിനകത്ത് നിങ്ങൾ എന്താണ് അവിഹിതമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. വൃത്തികെട്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഇതിനകത്ത്. ചില പോയിന്റ്സ് വെച്ചിട്ട് എം ടിക്ക് ഇവരെ, അതായത് ഭാര്യയായിരുന്നു, ഭാര്യയായിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളി മനസ്സ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ പുരുഷത്വത്തിൻ്റെ ഒരു ഇതാണ്, നമ്മൾ ഭാര്യയായി പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാര്യയ്ക്കില്ലാത്ത കുറ്റമില്ല. എന്തിനാണ് നമുക്ക് രണ്ടു പേർക്കും കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിച്ചൊരു കുഞ്ഞുണ്ടായി, നമുക്ക് ഇഷ്ടമല്ല, പിന്നീട് ചിലപ്പോൾ നമുക്ക് വേറൊരാളോട് പ്രണയം തോന്നി, വേറൊരാളോട് ഇഷ്ടം തോന്നി, നമ്മൾ ആ പിരിയാണ്. അത് ഭാര്യ പിരിയുകയോ ഭർത്താവ് പിരിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സൗഹൃദപരമായി നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ഡിവോഴ്സ് ആയാലും സ്നേഹത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഭാര്യ ഭർത്താവ്, കുട്ടികളെ കസ്റ്റഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജീവിക്കുന്ന എത്ര ഇത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾക്കതില്ല. നമുക്ക് അപ്പോഴത്തേക്കും ഈഗോ വർക്കൗട്ട് ആവാൻ തുടങ്ങിയാണ്. എന്നേക്കാൾ നല്ല ഒരു ഭാര്യയെ നിനക്ക് കിട്ടില്ല, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്ന രണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഈഗോ ഇതിനകത്ത് ഉണ്ട്. നമ്മൾ മലയാളികൾക്ക് അത് വിട്ടുകൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഭർത്താവ് വേറൊരു സ്ത്രീയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഭാര്യ വേറൊരു സ്ത്രീയിൽ ജീവിക്കുന്ന സന്തോഷം മീൻസ് വേറൊരു ഭാര്യ പിരിഞ്ഞു പോയതിന് ശേഷം വേറൊരു പുരുഷനുമായിട്ട് സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കട്ടെ, ഓക്കെ, നല്ലതല്ലേ. രണ്ട് കൂട്ടരും നമ്മുടെ രണ്ട് വ്യക്തിത്വങ്ങളല്ലേ. അപ്പോൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോഴായിരിക്കും ഇഷ്ടമില്ലാണ്ടാവുന്നത്. അതൊന്നും നമുക്കിപ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, എനിക്കത് മാത്രമാണ് ഇതിനകത്തൊരു ഇത് വന്നത്. പിന്നെ മരിച്ചിട്ടും ഇതെന്താണ് ഒരു കുഴി തോണ്ടി പറയുന്ന ഒരു രീതിയിലും ആണ് ചില നേരത്തെ ഇത് വായിക്കുമ്പോൾ തോന്നിയത്. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ദീദി ദാമോദരൻ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കറക്റ്റാണെന്ന് തോന്നും. എച്ചുംകുട്ടിയുടെ ഭാഗത്തെന്ന് പറഞ്ഞാൽ എച്ചുംകുട്ടി ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു എഴുത്തുകാരിയുടെ വളർച്ച ഇല്ലാതാക്കിയതിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാനിത് വായിക്കണം, ഇത് നല്ല പുസ്തകമാണ്, ഇതാണ്, ഞാനിത് വിവാദമായതുകൊണ്ട് മാത്രം വായിച്ച ഒരു പുസ്തകമാണ്. എന്താണ് ഇതിൽ വിവാദമാണ്? പക്ഷേ അങ്ങനത്തെ വിവാദപരമായിട്ടുള്ള ഒരു കാര്യവുമില്ല ഇതിനകത്ത്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരിക്ക് വളർന്നു വരാവുന്ന ഒരു സാഹചര്യം അയാൾക്ക് ഉണ്ടായിട്ട് പോലും ഇല്ലാതെ ആയിപ്പോയ ഒരു വിഷമമാണ്. അതായത് ഒരു തിരസ്കൃതയായി പോയി, അവർക്കും എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു, അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ നല്ലൊരു എഴുത്തുകാരി, ഒരു മാധവിക്കുട്ടിയുടെ പോലെയൊക്കെ ഒരു നല്ലൊരു എഴുത്തുകാരി നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.